ആഹാ, ജോലിക്ക് ആളെ വേണമെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്ന അതിന് കുറച്ചുപേര് വന്നിട്ടുണ്ട്. മാഡത്തിന്റെ അടുത്തോട് പറഞ്ഞു വിട്. സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണോ അവസരം ലഭിക്കുന്നത്? സിനിമയിൽ കിടന്നു കൊടുത്ത അവസരം കിട്ടണം. എവിടുന്ന് കിട്ടിയോ തനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ? അയാള് വരുന്നവരെ ആള് നിൽക്കട്ടെ എന്ന് കരുതി. താൻ ഇത് എന്ത് പണിയാണോ? ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഹനേനോടാണ്. അപ്പോഴും ഹന മിണ്ടുന്നില്ല. നമ്പീശ എന്റെ കൈ ധരിക്കണം. അവളുടെ കരണക്കുറ്റിട്ട് ഒരു നാലെണ്ണം പൊട്ടിച്ചാലാ. വേണ്ട, പഴയ കാലം അല്ല, വകുപ്പ് മാറും. ഞാനൊരു ഹ്യൂമൻ ബീങ് അല്ലേ, നമ്മളൊരു മനുഷ്യൻ. നമുക്ക് കേൾക്കുമ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അയ്യോ, ഈ സാമി എന്താ ഇങ്ങനെ മനുഷ്യരെ കാണാത്ത പോലെ? കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്ന കാണാത്ത എന്നെ കാണിക്കണ്ട. ഞാൻ ചോദിക്കുന്നത് ഹന അങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ ചാൻസ് കിട്ടിയത്? ഞാനൊരു മര്യാദക്കാരനാ, പക്ഷേ ചിലപ്പോ എനിക്ക് രക്തത്തിളപ്പുണ്ടാവും. പിന്നെ മോക്കം അടച്ച തല്ല്. അല്ല, സാറിന് തല്ലൊന്നല്ല, എന്നാലും രക്തം തിളച്ച തല്ലി പോവും. എന്റെ ഗുരുവായൂരപ്പാ, ചതിച്ചു പോ. എന്താണെങ്കിലും സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കിടന്നു കൊടുത്താൽ മതി. സ്വന്തമായിട്ട് ഓരോന്ന് ആലോചിച്ചു കൂട്ടിയിട്ട് അതൊക്കെ സത്യം എന്ന് കരുതരുത്. ചിലപ്പോൾ പാടെ തെറ്റായിരിക്കും. മറ്റുള്ളവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്, അത് മനസ്സിലാക്കണം. This is actually a program where many people are watching. So, what do you think? അതിനിപ്പോ എന്തായി? അയാളൊരു വിവരക്കേട് കാണിച്ചു. താനും മടിക്കടി, താൻ ഒറ്റ വൃത്തം കാണാൻ ഇതൊക്കെ ഉണ്ടായത്. ഇതിനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചുതരാം. തന്നെ തറവാട്ടുകാരെ മുഴുവൻ ഞാൻ കോടതി കയറ്റി. അതിന് ഉത്തരം പറയാനാണ് ഞാൻ ചോദിക്കുന്നത്. ഹന അങ്ങനെയാണോ? ഷാലു അല്ലാണോ? ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒരിക്കലും അങ്ങനെയല്ല. തനിക്ക് ഈരായിട്ട് അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്, അതൊന്ന് നിയന്ത്രിക്കുന്ന കൊള്ളാം. എന്നെ ചോദ്യം നമുക്ക് വേറെ രീതിയിൽ എടുത്തുകൂടെ? അതായത് ഹന്നക്ക് ഇതിനെ പറ്റി എന്താണ്, കേട്ടിട്ടുണ്ടോ, ഇതിനെ പറ്റി എന്താണ് അഭിപ്രായം, ഇങ്ങനെയൊക്കെയല്ലേ ചോദിക്കേണ്ടത്. ഒരുപാട് ഞാൻ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നതിന് എന്താണ് അഭിപ്രായം? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഞാൻ തിരിച്ചു ചോദിച്ചാൽ ഹൗ വിൽ യു ഫീൽ? ഞാൻ തിരിച്ച് നല്ലോണം റിയാക്ട് ചെയ്യും. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താന്നും മിണ്ടാത്തെ? എന്നോട് ചോദിച്ചിട്ടാണോ ഭാനു ഇതൊക്കെ നടത്തിയത്? താങ്കളോട് ചോദിച്ച ചോദ്യം കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അഭിനയിച്ചത്? അതിനൊറ്റ മരുന്നേ ഉള്ളൂ, നല്ല അസല് തല്ല്. ഞാൻ കൊള്ളും, എന്നാലും എനിക്ക് പറയാതിരിക്കാനാവില്ല. ആണോ? എന്നോട് ഷോർട്ട് ടൈം മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ജസ്റ്റ് ചോദിച്ചതല്ലേ ഉള്ളൂ. You want to delete this interview, okay? സമാധാനമായി. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ടതാ. റീച്ച് കിട്ടാൻ വേണ്ടി ഇത്ര ചീപ്പ് ചോദ്യങ്ങൾ ചോദിച്ചു. You want to continue this interview? You continue. Sorry, okay. Thank you for the interview. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.